സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. പശ്ചിമ ബംഗാളിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഒരു ജൂനിയർ ഡോക്ടർ അവരുടെ മണിക്കൂറുകൾ നീണ്ട ഏതാണ്ട് 31 മണിക്കൂർ നീണ്ട ഡ്യൂട്ടിക്ക് ശേഷം സെമിനാർ ഹാളിൽ വിശ്രമത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ രാത്രി പുലർച്ചെ ഓഗസ്റ്റ് 9 പുലർച്ചെ ഉറങ്ങിക്കിടക്കുമ്പോൾ ലൈംഗികമായി ആക്രമിക്കപ്പെടുകയും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ മാത്രമല്ല, പശ്ചിമബംഗാളിന് പുറത്തും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി വരുന്നു. ഡോക്ടർമാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ള ജൂനിയർ ഡോക്ടർമാരടക്കമുള്ളവർ നടത്തിയ പ്രതിഷേധത്തിന് നേർക്കും ആക്രമണമുണ്ടായി. ആ ആക്രമണത്തിൻ്റെ കാരണം എന്ത് എന്നുള്ള സന്ദേഹങ്ങൾ ഉയരുന്നു. അന്വേഷണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്ന ആക്ഷേപമുയരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരിക്കുന്നു. ഈ കേസിൽ ഒരാളെ, പോലീസിൻ്റെ സിവിക് വാർഡനായിരിക്കുന്ന സഞ്ജയ് റോയ് എന്ന ഒരാളെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം ഇതിനിടയ്ക്ക് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ CBIക്ക് കൈമാറിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ നമുക്കറിയാം, രാഷ്ട്രീയമായി വലിയ തോതിലുള്ള പ്രത്യാരോപണങ്ങൾ കൊണ്ട് മുഖരിതമായ കാഴ്ച നമ്മൾ കുറേ കാലമായി കണ്ടുവരുന്നതാണ്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ BJP ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മറ്റ് പ്രതിപക്ഷ പാർട്ടികളായ CPMഉം കോൺഗ്രസും ഒക്കെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിൻ്റെ നടപടികളെ വിമർശിച്ചുകൊണ്ട് രംഗത്തുണ്ട്. ഗവർണർ CV ആനന്ദ ബോസും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഈ അവസരം മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ദി ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ അറ്റ് ലാർജ് R രാജഗോപാലാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിക്കുമ്പോൾ ഈ ഓഗസ്റ്റ് 9 കഴിഞ്ഞിട്ട് ഇന്ന് 10 ദിവസമായിരിക്കുന്നു. ഈ അന്വേഷണത്തിലെ വലിയ വീഴ്ചകളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ അറസ്റ്റിലായ വ്യക്തി തന്നെ പോലീസിൽ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു. താരതമ്യേന ഒരു സിവിക് വാർഡൻ എന്ന് പറയുമ്പോൾ ആ തസ്തിക പോലീസിൻ്റെ ഒരു ഔദ്യോഗിക തസ്തിക പോലുമല്ല, ഒരു വോളണ്ടറി എന്ന തസ്തിക മാത്രമാണ്. എന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥരെ പോലും സ്ഥലം മാറ്റാൻ പാകത്തിൽ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ഇയാൾ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലേക്ക് നിരന്തരം പോസ്റ്റിംഗ് വാങ്ങിയെടുക്കാൻ ഇയാൾക്ക് സാധിച്ചിരുന്നു എന്നുള്ള ആക്ഷേപം ഉയരുന്നു. മറ്റ് പല സംഭവങ്ങളിലും, അതുപോലെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിൻ്റെ അടക്കമുള്ള കേസുകളിൽ ഇയാൾക്കെതിരെ പരാതി ഉണ്ടായിട്ട് നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടാകുന്നു. ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം വേണ്ട രീതിയിൽ ഉണ്ടായില്ല എന്ന ആക്ഷേപത്തിന് അടിസ്ഥാനമുണ്ടോ? ഒരു പോലീസ് കേസ് എങ്ങനെയാണ് അന്വേഷിക്കുന്നത് എന്ന് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള തെളിവ് വെച്ച് ഞാൻ പറയുന്നത്, ഇനി പുതിയ തെളിവ് വരുമ്പോൾ നമുക്കറിയാം CBI പുതിയ വിവരങ്ങൾ കൊണ്ടുവരുമെന്നറിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ പരാജയം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം അതല്ല. പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഹീനമായ ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. അത് സമൂഹത്തെ ശരിക്കും ഞെട്ടിപ്പിച്ച, നമ്മൾ ചുമ്മാ ഭംഗിവാക്ക് പറയുന്നതല്ല, ശരിക്കും ഞെട്ടിപ്പിച്ച ഒരു ക്രൈം തന്നെയാണ്. വിദ്യാർത്ഥികളും ഡോക്ടേഴ്സും മറ്റ് ബഹുജന അവര് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ പോലീസ് അവരിപ്പോ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു ബ്യൂറോക്രാറ്റിന്റെ രീതിയിൽ ഒരു ഫയൽ വെച്ച് പറയുകയായിരുന്നു അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് അവർക്ക് സ്ഥാപിക്കാൻ കഴിയുമായിരിക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച്. പക്ഷെ ഇത് പ്രശ്നം, ഇതൊരു വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അത് നമ്മളൊരു ഒരു ഫയലിന്റെ ഒരു ബ്യൂറോക്രാറ്റിക് രീതിയിലാണോ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ പ്രശ്നം എന്ന കമ്മ്യൂണിക്കേഷനിൽ പോലീസ് തീർച്ചയായിട്ടും പരാജയപ്പെട്ടു. പോലീസ് മാത്രമല്ല, മമതാ ബാനർജി പോലെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നതെന്ന് പറയാവുന്ന ഒരു പബ്ലിക് ഫിഗർ, അവർക്കും അബദ്ധം പറ്റിയെന്നുള്ളത്, അവരൊരു ബ്ലണ്ടർ കമ്മിറ്റി എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വളരെ സെൻസിറ്റീവായുള്ള കേസ് വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു കമ്മ്യൂണിക്കേഷനിൽ തന്നെ നമുക്കൊരു കാലിടറുകയാണെങ്കിൽ പിന്നീട് നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ വിശ്വാസ്യത, അത് പോലീസാകട്ടെ മമതയാകട്ടെ മറ്റാര് ആയാലും, അധികാരത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആര് എന്ത് പറഞ്ഞാലും ജനങ്ങൾക്ക് അത് വിശ്വാസയോഗ്യമായിട്ട് വരില്ല എന്നുള്ള. അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, നമ്മളിപ്പം ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ലോയർ എന്ന രീതിയിലോ നോക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് പോലീസ് വലിയ തെറ്റ് വരുത്തിയായിട്ട് ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രശ്നം ഒരു വലിയ രീതിയിൽ ഇത് വന്നത് ആദ്യം സൂയിസൈഡ് ആണെന്ന് ആരോ പറഞ്ഞു. അപ്പം പോലീസ് അങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല എന്ന് പറയുന്നതിനേക്കാളും
ഇതാരാണ് മാതാപിതാക്കളോട് സൂയിസൈഡ് ആണെന്ന് പറഞ്ഞതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇത് 10 ദിവസമായല്ലോ, ഇപ്പൊ 1-2 ദിവസത്തിന് പ്രതിയായാലും ഇത്രയും ദിവസമായ സ്ഥിതിക്ക് ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ ഹോസ്പിറ്റൽ സ്റ്റാഫ്, ചിലപ്പോൾ ചിലര് അവരുടെ കൺഫ്യൂഷൻ കൊണ്ട് അങ്ങനെ ഞാൻ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് പറയുകയല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടത് ആരാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് അല്ല എന്ന് പോലീസ് വളരെ വ്യക്തമായിട്ട് ഒഫീഷ്യൽ ഓൺ റെക്കോർഡിൽ പോലീസ് കമ്മീഷണർ തന്നെ പറയും, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ആരോ പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് മാതാപിതാക്കൾ പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാതെ അത് ആരാണെന്ന് അന്വേഷിക്കുകയും അതാരാണെന്ന് ഇങ്ങനെയുള്ള വളരെ വ്യക്തമായ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ വിശ്വാസയോഗ്യമായ രീതിയിൽ. അതിൽ പൂർണ്ണമായിട്ടും വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിന്റെ വളരെ ക്രൂഷ്യലായിട്ടുള്ള, അതായത് ഇത് ഒരു ഗാങ് റേപ്പ് ആണോ എന്നൊരു ചോദ്യം, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതാണെങ്കിൽ തീർച്ചയായും അതാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഞ്ജയ് റോയ് തനിച്ചല്ല ചെയ്ത് മറ്റാളുകളും അതിനകത്ത് ഉണ്ടെന്നുള്ള വ്യക്തി കേസ് ഇറ്റ്സ് ഓപ്പൺ കേസ് എന്നുള്ളൊരു വളരെ ക്രൂഷ്യലായിട്ട് ഇൻഫർമേഷൻ ഇത്രയും ദിവസമായിട്ടും അത് നമുക്ക് ഒഫീഷ്യലായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ പോലീസ് പറയുന്നത് സെൻട്രൽ ഫോറൻസിക് ലൈബ്രറി അവർക്ക് അവരുടെ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് സാമ്പിൾസ്, അത് അവർക്ക് മാത്രമേ. അപ്പൊ ഇങ്ങനെ വളരെ ഒരു ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഒരു രാജ്യം മുഴുവൻ ഇരിക്കുന്ന ഒരു ക്രൈം ഉണ്ടായിട്ട് ഇത്രയും ദിവസം എനിക്കറിയില്ല അത് അതിന്റെ ശാസ്ത്രീയമായ വശം ഇത്രയും ദിവസത്തിന് ആവശ്യമുണ്ടോ എന്നുള്ള. ഈ സാധാരണ വിസേറ സാമ്പിൾസ് ഒരുപാട് സമയം എടുക്കും, പക്ഷെ ഇത് മറ്റേ ഫ്ലൂയിഡ്സിന്റെ ഇതാണ്, ബോഡിക്കകത്ത് കണ്ടുകൊണ്ട് ഫ്ലൂയിഡ്സിന്റെ. അപ്പൊ അത് ഒരു തീരുമാനിക്കാൻ ഈ 10 ദിവസമൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അത് എത്രമാത്രം റിയലിസ്റ്റിക് ആണ് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ അതല്ലാത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പോലീസ് അങ്ങനെ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടുണ്ട് പറയുന്നില്ല. പിന്നെ പല കാര്യങ്ങളും ഒരുപാട് സ്പെക്കുലേഷൻ, റൂമേഴ്സ്, ഞാൻ മലയാളത്തിൽ തന്നെ പല വാർത്തകളും കണ്ടു. അവര് തന്നെ ചില വളരെ റെസ്പോൺസിബിൾ നമ്മൾ കരുതുന്ന ഒരു എഡിറ്റർ തന്നെ പറയുന്ന കേട്ടു, ലോക്കൽ മീഡിയ നിന്ന് ദേശീയ മാധ്യമങ്ങൾ കോട്ട് ചെയ്ത് നിന്നാണ് ഞങ്ങൾ എടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സോഴ്സ്, ടെർഷറി സോഴ്സ്, ഇത് ജേർണലിസ്റ്റിൽ ഒരിക്കലും ചെയ്യാൻ പ്രത്യേകിച്ച് വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസാണിത്. ആളുകളുടെ പ്രൈവസിയും മറ്റു കാര്യങ്ങളും അതിനെക്കുറിച്ച് എന്തോ ഒരാൾ പറയുന്നു നെക്രോഫീലിയ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ റിപ്പോർട്ടിൽ പറയുന്ന 16 വൂണ്ടുകളും 16 ഔട്ട്സൈഡ് എക്സ്റ്റേണൽ വൂൺസും 9 ഇന്റേണൽ വൂൺസും ഇതെല്ലാം ആന്റിമോർട്ടം എന്നാണ്, അതായത് മരണത്തിന് മുമ്പാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോസ്റ്റ്മോർട്ടം പറയുമ്പോഴും മറ്റ് വിശദവിവരങ്ങൾ സെൻട്രൽ ലാബിൽ നിന്ന് വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ നെക്രോഫീലിയ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം വളരെ വ്യാപകമായ റിപ്പർക്കഷൻസ് ഗ്രൗണ്ട് ലോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് തിങ്സ് ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ. അത് ഈ പറഞ്ഞ ഒരു ചാനൽ എനിക്ക് തോന്നുന്നു അവരുടെ റിപ്പോർട്ടർ കൽക്കട്ടയിലുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഹി കുഡ് ഹാവ് ചെക്ക്ഡ് വാട്ട് ഈസ് അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ഞാൻ തെറ്റാണെന്ന് പറയുന്നതല്ല. പക്ഷെ നമ്മൾ ഇപ്പൊ അവൈലബിൾ എവിഡൻസ്, ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോട് വി ഡോണ്ട് ഹാവ് എനി എവിഡൻസ്. അപ്പൊ എവിഡൻസ് ഇല്ലാതെ നമ്മൾ പറയുക എന്നുള്ളത് ഇങ്ങനെ വളരെ ഇറസ്പോൺസിബിൾ ആയിട്ട് റിപ്പോർട്ടിങ്, പ്രത്യേകിച്ച് നാഷണൽ മീഡിയ നടക്കുന്നുള്ളതും അതും ഒരു ഇതുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഉദാഹരണത്തിന് ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഡോക്ടേഴ്സിനെ കുറിച്ച് പരാതി പറയുന്ന വിദ്യാർത്ഥികളെ. പക്ഷെ അതിനകത്ത് നമുക്ക് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അവരെല്ലാം വൂളൻ ക്ലോത്ത്സ്, സ്വെറ്റർ ഇതൊക്കെ ഇട്ടിരിക്കുകയാണ്. അത് കൽക്കട്ടയിൽ ഇപ്പൊ ഭയങ്കര ചൂടുള്ള സമയമാണ് ഇപ്പോഴ്, മൺസൂൺ പോകുന്ന വിഡ്രോ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഒരിക്കലും അത് ഇപ്പോഴത്തെ വീഡിയോ അല്ല എന്നല്ല, എന്നാലും അതിനെക്കുറിച്ച് ഒരു ചോദ്യവും ചെയ്യാതെ ആളുകൾ ഇങ്ങനെ അത് ഫോർവേഡ് ചെയ്യാതെ. അത് എനിക്ക് കിട്ടിയത് മദ്രാസിൽ നിന്നാണ്, കൽക്കട്ടയിലല്ലേ കിട്ടിയത് വീഡിയോ. ഞാൻ കൽക്കട്ടയിലാണ് ഇരിക്കുന്നെങ്കിലും കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതും കുറച്ചൊക്കെ ഒരു ഇങ്ങനെയുള്ള സെൻസിറ്റീവ് കേസ് വരുമ്പോൾ കുറച്ച് എല്ലാവരും റെസ്പോൺസീവ് ആണ്. പക്ഷെ താങ്കൾ ചോദ്യത്തിന് പോലീസ് ഇപ്പൊ ടെക്നിക്കലായിട്ട് അവർ വേണമെങ്കിൽ പറയാം അവരെല്ലാം ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായി ദേ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു കൺവിൻസ് ദ പീപ്പിൾ. അതാണല്ലേ ഒരു ടെസ്റ്റ്. അത് പ്രത്യേകിച്ച് മമതയെ പോലെ ഇത്രയും വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫെയിലിയർ, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫെയിലിയർ ഓൾസോ. നമ്മളിത് പറയുമ്പോഴേ ഞാനത് ചോദിക്കുന്നത് ഞാനും ഇതേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പൊ സഞ്ജയ് റോയ് എന്ന് പറയുന്ന ആരോപണ വിധേയനായ ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തിക്ക് ഒരു സിവിക് വോളണ്ടിയർ ആയിരിക്കെ തന്നെ പോലീസിൽ വലിയ സ്വാധീനമുണ്ട്. ഇയാൾക്ക് ആർജിക്കറിലേക്ക് സ്ഥിരമായിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നു എന്നുള്ള ഒരു അലിഗേഷൻ പല മീഡിയാസിലും ഞാൻ കണ്ടു. അതുപോലെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മുൻ പ്രിൻസിപ്പൽ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം രാജിവെച്ച പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെയും പലതരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ഡോക്ടർമാർ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ കണ്ടു. അഴിമതി, നെപ്പോട്ടിസം അങ്ങനെ തുടങ്ങി
കമ്മീഷൻ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അലിഗേഷൻസ്, വിദ്യാർത്ഥികളെ ഈ പരീക്ഷകളിൽ തോൽപ്പിക്കുകയും അതിന് തോൽപ്പിച്ചതിന് ശേഷം കമ്മീഷൻ വാങ്ങി ജയിപ്പിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്, അങ്ങനെ തുടങ്ങിയുള്ള പലതരം അലിഗേഷൻസ് ഒക്കെ ഈ പറയുന്ന ആളുകൾ, ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെക്കുറിച്ചും ഇപ്പൊ അറസ്റ്റിലായ ആളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്തരം സംഗതികളൊന്നും എന്താ പറയുക, പോലീസിന്റെ പരിഗണനാ വിഷയമല്ലാതിരിക്കുകയും നേരത്തെ മുതലുള്ള പരാതികൾ പോലീസ് ഓവർലുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തത് ഈ സിറ്റുവേഷൻ ഇങ്ങനെ വഷളാക്കിയിട്ടുണ്ടോ? അല്ല, ഒന്ന് വോളണ്ടിയറിന്റെ കാര്യം പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും ഈ അവിടെ പ്രവർത്തിക്കുന്ന രീതിയിൽ ഈ സഞ്ജയ് റോയ് എന്ന മനുഷ്യന് തീർച്ചയായിട്ടും അത് പോലീസിലെ ഇൻഫ്ലുവൻസ് കാണും. പക്ഷെ അത് എനിക്ക് തോന്നുന്ന ഒരു മിഡിൽ ലെവലോ ജൂനിയർ ലെവലിലോ ഇത് കേരളത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെയാണ്. ഇവിടെ പോലീസ് വകുപ്പ് CM ചീഫ് മിനിസ്റ്റർ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പം പോലീസിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു വോളണ്ടിയറിന് ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഹാസ് ഇൻഫ്ലുവൻസ് ഓവർ മമത, അല്ലെങ്കിൽ ഈ ഹാസ് ഇൻഫ്ലുവൻസ് ഓവർ ഏതെങ്കിലും തൃണമൂല. അല്ലാതെ പോലീസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ജൂനിയർ ലെവലിലും മിഡ് ലെവലിലും പലപ്പോഴും ഈ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ബീറ്റ് പോലീസ് എല്ലാം ഇങ്ങനെയുള്ള ആളെ ആശ്രയിക്കാറുള്ള സാധ്യതയുണ്ട്. അവരുടെ ജോലി, അവരുടെ ഈ ഡേർട്ടി വർക്ക് എന്നല്ലെങ്കിൽ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന കാര്യം പലപ്പോഴും ഈ വോളണ്ടിയേഴ്സിനെ കൊണ്ട് പല ഓഫീസേഴ്സും ചെയ്യിപ്പിക്കാറുണ്ടെന്ന് സത്യമാണ്. അങ്ങനെയുള്ള ഇൻഫ്ലുവൻസും അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ വളരെ അയാൾ വിചാരിച്ച ആളുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇങ്ങനെ കാര്യം. ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന CM ആണ്. നമ്മുടെ നാട്ടിൽ പോലെ തന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടിലും ചീഫ് മിനിസ്റ്ററിലെ കൈകാര്യം ചെയ്യുക. അപ്പം പോലീസിലൊക്കെ ഒരു ലോക്കൽ നമ്മുടെ ഈ കുട്ടി സഹാക്കൾ എന്നൊക്കെ പറയുന്നത് കുറച്ചൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കാണും. എന്ന് പറഞ്ഞപ്പോ ഒരു DCPയോ അല്ലെങ്കിൽ ആരും ACPയോ നമുക്ക് ഏതെങ്കിലും സഹായം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അതൊരു പ്രത്യേക ഒരു ലെവലിലുള്ള ലീഡർഷിപ്പിന് പറ്റുള്ളൂ. അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന കാര്യത്തിന് എനിക്ക് അറിയില്ല. കാണുമായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് കാര്യം വളരെയധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ബംഗാൾ. അത് ആര് ഭരിച്ചാലും പോലീസ് ഇസ് ഹെവിലി പൊളിറ്റിസൈസ്ഡ് എന്നുള്ള യാതൊരു സംശയമില്ല. അതിന് ഇന്റർഫിയറൻസ് ഉണ്ടാവാറുണ്ട്, അതെല്ലാം. പക്ഷെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ പ്രശ്നമാണ് കൂടുതൽ. അതായത് ഈ ഹെൽത്ത് ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഇതൊരു പ്രശ്നമാണ് ബംഗാളിൽ. അപ്പം ഇതിലിപ്പം ഇവൻച്വലി ഇപ്പൊ ആക്ച്വൽ ക്രൈം ആര് കമ്മിറ്റ് ചെയ്താലും അത് ഹാൻഡിൽ ചെയ്ത രീതിയും അതിന്റെ റെസ്പോൺസും അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത തീർച്ചയായിട്ടും പ്രിൻസിപ്പലിന്റെ ഫെയിലിയർ തന്നെയാണ്. അത് ഈ ഒരു ക്വാളിറ്റി ഓഫ് നമ്മൾ പലപ്പോഴും അൺപോപ്പുലർ ആയിട്ടൊരു കാര്യം. കാരണം ഇപ്പൊ എല്ലാവരും ഡോക്ടേഴ്സിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഡോക്ടേഴ്സ് ഒരുപാട് 36 മണിക്കൂർ ജോലി, ഇത് 36 മണിക്കൂറാണ് ജോലി, അതെല്ലാം സത്യമാണ്. പക്ഷേ അതിന്റെ കൂടെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഈ ഹെൽത്ത് ബ്യൂറോക്രസിയും ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് മെഡിക്കൽ പ്രൊഫഷൻ. അവര് ഇങ്ങനെ ഇതെല്ലാം നേരത്തെ ബംഗാളിന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പറ്റിയ, അതുകൊണ്ട് നമ്മളിപ്പോഴും പലപ്പോഴും പറയുന്ന നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ പറ്റുന്ന ഒരു അപജയങ്ങളാണ്. അതായത് ഇത് കോൺഗ്രസ് ഇരുന്നപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ഉണ്ടായിരുന്നപ്പോഴും വളരെ രൂക്ഷമായ പ്രശ്നം ഉണ്ടായിരുന്നു, മമത ഉള്ളപ്പോഴും. ഇത് എഗെയിൻ ഹെൽത്തിന്റെ ക്രൂഷ്യൽ മമത നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കേന്ദ്രത്തിനും BJPയും ഒക്കെ ഇതിൽ കൂടുതൽ താല്പര്യവും ഈ ഇഷ്യൂവില്. കാര്യം ഇത് മമത എങ്ങനെയെങ്കിലും ഇത് വെച്ച് കോണർ ചെയ്യാമെന്നുള്ള ഇത്. അപ്പൊ ഇതൊരു ഫണ്ടമെന്റൽ പ്രോബ്ലമാണ് ബംഗാളിൽ. അതായത് നമ്മളിപ്പോ കേരളത്തിൽ ഇരിക്കുന്ന നമ്മൾക്ക് സങ്കല്പിക്കാനും കൊല്ലാത്ത ഭീകരമായ രീതിയിലാണ് ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് കെയർ. അതേസമയം പ്രൈവറ്റ് ഹെൽത്ത് കെയർ അങ്ങനെ ആയിരുന്നു. അതൊരു 1990s വരെ ഇവിടെ പ്രൈവറ്റ് ഒരു സൊല്യൂഷൻ, ഒരു ഓപ്ഷൻസ് അധികം ഇല്ലായിരുന്നു. 1-2 വലിയ ധനികർക്ക് മാത്രം പോകാൻ പറ്റുന്ന, ഇപ്പോഴും പ്രൈവറ്റ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ധനികർക്ക് പറ്റുന്നതാണ്. പക്ഷെ മമത ചെയ്ത ഒരു നല്ല കാര്യം, അവരൊരു ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ദേ ഹാവ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അങ്ങനെയുള്ളപ്പം മെഡിക്കൽ പ്രൊഫഷനിൽ മമത വലിയ പോപ്പുലർ അല്ല. പക്ഷെ മമത ഇത്രയും വർഷം മുഖ്യമന്ത്രി സമയത്ത് അവരുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി, അവര് 2011 ഭരണത്തിന് വന്ന ശേഷം അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സെക്ടർ ക്ലീനപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അവർ പേഴ്സണലി ആയിട്ട് വളരെ വിവാദപരമായ പല ഹോസ്പിറ്റലിലും പോയി സൂപ്രണ്ടുമാരെ പരസ്യമായിട്ട് വഴക്കുണ്ടാക്കുക, ഓൺ സ്പോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കുക. അത് ജനങ്ങളുടെ എല്ലാം കയ്യടി നേടിക്കൊടുത്തെങ്കിലും ഫണ്ടമെന്റൽ ചേഞ്ചസ് കൊണ്ടുവരാൻ മമതയ്ക്കും പറ്റിയിട്ടില്ല. അതൊക്കെ ഒരു പോപ്പുലിസ്റ്റ്, നമ്മൾ ഈ ഗിമിക്ക് എന്നൊക്കെ പറയും പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ഇൻസ്പെക്ഷൻസ് നടത്തുകയും മന്ത്രിമാർ കയ്യടിയും ഫോട്ടോ വാങ്ങിക്കുക. അതുപോലെ അത് ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി റെഡ്യൂസ് ചെയ്യും ഫണ്ടമെന്റൽ ചേഞ്ചസ്. പിന്നെ മമത ഡൽഹിയിൽ നിന്ന് ഒരു IAS ഓഫീസർ, സഞ്ജയ് മിത്ര എന്നൊരു IAS ഓഫീസറെ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവർക്കും വലിയ ഹോപ്പായിരുന്നു യു ബി ഏബിൾ ടു ഡു സംതിങ്. പക്ഷെ അതൊന്നും നടന്നില്ല. അദ്ദേഹം പിന്നെ തിരിച്ച് ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് പോയി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ഇതിനകത്ത് ബംഗാൾ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രോക്കൺ സിസ്റ്റം എന്നുള്ള അതൊരു സത്യമാണ്. അത് തിരുത്താൻ മമത കുറച്ചൊക്കെ ശ്രമിച്ചു. ഇനിഷ്യലി ഇത് കുറച്ചൊക്കെ ഫലമുണ്ടായി.
ഒരു 20 വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദർ ഇസ് ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ്. പക്ഷെ അത് ഒരു വളരെ 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 ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ്. അത് നമുക്ക് അപ്പൊ ഈ പ്രിൻസിപ്പലിനെ കുറ്റം പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അത് കൂടുതൽ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഈ ഹെൽത്ത് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് ദേ വിൽ ഇമീഡിയറ്റ്ലി അലൈൻ ദംസെൽസ്. നമ്മുടെ നാട്ടില് നമ്മൾ പലപ്പോഴും നമ്മുടെ വൈസ് ചാൻസലേഴ്സിനെ കുറിച്ചൊക്കെ പറയാറുള്ള പോലെ ഇവിടുത്തെ മെഡിക്കൽ ഇതിനകത്ത് മെഡിക്കൽ അധ്യാപകർ മാത്രമല്ല, ഈവൻ ഫിസിഷ്യൻസ് പോലും, പല ഫിസിഷ്യൻസും വളരെ പ്രസിദ്ധമായ ഡോക്ടേഴ്സ് പബ്ലിക്കായിട്ട് ആളുകൾ പറയുമോ അദ്ദേഹം തൃണമൂലാണ്, അദ്ദേഹം CPM ആണ്, അതാണ്, അങ്ങനെയുള്ള ആ രീതിയിലാണ്. അപ്പൊ എവറിത്തിങ് ഇസ് ഹെവിലി പൊളിറ്റിക്സ്. അതൊരു തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മുടെ സിസ്റ്റത്തിന് തന്നെ അത് കൊറോഡ് ചെയ്യുമ്പം ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. റൈറ്റ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ സംഭവം ഉണ്ടായിട്ട് അവിടെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നു, വിദ്യാർത്ഥികളും ജൂനിയർ ഡോക്ടേഴ്സും ഒക്കെ ചേർന്നിട്ട് ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടത്തുന്നു. ആ പ്രൊട്ടസ്റ്റിന് നേർക്കൊരു ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടക്കണമെങ്കിൽ ചില കണക്ഷൻസ് ഉണ്ടാവണമല്ലോ, ഇതിൽ ആരോപിക്കപ്പെടുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഇതിൽ വേണ്ട സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വന്ന ആളുകൾക്കോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ടാവണമല്ലോ. അപ്പോൾ അതുമാത്രമല്ല, അതിന് തൊട്ട് പുറകെ ഈ ക്രൈം നടന്നു എന്ന് പറയുന്ന സെമിനാർ ഹാളിന്റെ തൊട്ടടുത്ത് ചില പണികൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇത് എന്തൊക്കെയോ മൂടി വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകളുടെ രോഷം ഉയരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതൊക്കെ അല്ലേ? അപ്പൊ ഈ ഇത് റിപ്പയർ വെച്ച് ഇത് എഫക്റ്റീവ് എന്ന് പറയുന്നത് പോലീസ് മാത്രമല്ല, പോലീസ് കമ്മീഷണർ ഓൺ റെക്കോർഡിലാണ്, ഓഫ് ദ റെക്കോർഡല്ല. വിനീത് ഗോയൽ എന്ന് പറഞ്ഞ പോലീസ് കമ്മീഷണർ, അദ്ദേഹം ഓൺ റെക്കോർഡിൽ പൂർണ്ണമായിട്ടും ഡിനൈ ചെയ്യണം. അദ്ദേഹം പറഞ്ഞത് കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അത് നടന്ന അവിടെ ഈ വാള് അല്ല അവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് അവിടെ ചെയ്ത എല്ലാ കാര്യങ്ങളും എവിഡൻസ് കളക്ഷൻ, അത് ഈ കുട്ടിയുടെ അമ്മയും പിന്നെ രണ്ട് ഇന്റേൺസും വിറ്റ്നസ് ആയിരുന്നു. അവരെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്, വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്, ഫോറൻസിക്കിന്റെ ഓരോ സ്റ്റെപ്പും വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് അവർ CBI കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ല ടാമ്പർ ചെയ്തെന്നാണെങ്കിൽ CBI തെളിയിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് വി ഹാവ് ടു വെയിറ്റ്. അപ്പൊ CBI സോഫാർ അങ്ങനെ CBI ഇപ്പം എവിഡൻസ് നമുക്ക് തരുന്ന പറയുകയല്ല. അപ്പോൾ കോടതിയിൽ അവർ റിപ്പോർട്ട് കൊടുക്കും, നമുക്ക് അതിന് സത്യാവസ്ഥ അറിയാൻ പറ്റും. അപ്പൊ സോഫാർ ഹീസ് ഡിനൈങ് ഒരു കാര്യമാണ്. രണ്ട്, ഈ ഇതിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്ന ഇപ്പൊ മമത പറയുന്നത് അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ചെയ്തു. പക്ഷെ ഈ സ്ഥലത്ത് ഈ ആർജിക്കർ കോളേജ് ഇരിക്കുന്ന സ്ഥലവും അതിന്റെ ചുറ്റുപാടിലും തൃണമൂൽ അറിയാതെ ഒരു ഈച്ച പോലും പറക്കൂല, അനങ്ങൂല, അല്ല ഒരു പക്ഷി പോലും പറക്കൂല എന്ന് പറഞ്ഞാൽ അതെല്ലാം തൃണമൂൽ കേന്ദ്രങ്ങളാണ്. അടുത്ത കാലത്ത് കുറച്ച് BJPക്ക് ചിലപ്പോൾ നോർത്ത് കൽക്കട്ടയിലെ കുറച്ച് ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ദിസ് ഇസ് ഹാർഡ് കോർ തൃണമൂൽ ഏരിയ. തൃണമൂൽ അറിയാതെ ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും അവിടെ സംഭവിക്കില്ല. ഇപ്പൊ ഞാൻ തൃണമൂൽ ആക്റ്റീവായിട്ട് ചെയ്തു എന്ന് പറയാൻ എന്റെ തെളിവില്ല. പക്ഷെ തീർച്ചയായിട്ടും തൃണമൂല് വിചാരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. അവിടെ ആർക്ക് ഇപ്പൊ CPM അതിന് ചെയ്യാനുള്ള ശക്തിയില്ല, BJPക്കും അതിനുള്ള ശക്തിയില്ല ഇങ്ങനെ ഒരു ആക്രമണം നയിച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നാച്ചുറൽ നമ്മുടെ സസ്പിഷൻ ഇത് തൃണമൂല് തന്നെ ചെയ്തതെന്നാണ്. ഇത് ഈ തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യാനോ ചിലപ്പോൾ ഒരുപാട് നമ്മൾ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കേൾക്കുന്നു. പക്ഷെ തെളിവില്ല നമ്മൾ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനു വേണ്ടിയാണോ എന്ന് പറയാൻ നമുക്ക് ഇറ്റ്സ് ഈസി ടു ജംപ് ടു ദാറ്റ് കൺക്ലൂഷൻ. പക്ഷെ ബംഗാളിലെ നാച്ചുറൽ നമ്മുടെ ബംഗാളിലെ പൊളിറ്റിക്കൽ പാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സർക്കാരിനെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഈ കേഡേഴ്സിന്റെ, അതായത് തൃണമൂൽ കേഡേഴ്സ് ആയാലും CPM കേഡേഴ്സ് ആയാലും അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ് പല ലോക്കൽ ലെവൽ ലീഡേഴ്സ്, അതായത് അവർക്ക് ഈ ടോപ്പ് ലീഡർഷിപ്പുമായിട്ട് ഇൻഗ്രേഷ്യേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അവരെ ഇങ്ങനെ സോപ്പിടുക, അവരെ മണിയടിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഗുഡ് ബുക്സിലാവാൻ വേണ്ടി ചില ലോക്കൽ ലെവൽ ലീഡേഴ്സ് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഞ്ചിനീയർ ചെയ്യാറുണ്ട്. അത് ഇറ്റ്സ് കോമൺ ഹിയർ. അതുകൊണ്ട് ഞാൻ സസ്പെക്ട് ചെയ്യുന്നത് ഏതോ ലോക്കൽ ലെവൽ ലീഡർ ചെയ്തതാണ്. അതല്ലെങ്കിൽ തൃണമൂലിനകത്ത് തന്നെ ഒരു MP ഇന്നലെ ഇതിനെ വളരെ നിശ്ചിതമായി പോലീസ് കമ്മീഷണറെയും ഈ പ്രിൻസിപ്പലിനെയും വിമർശിക്കുകയും അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും, അപ്പൊ തൃണമൂലിനകത്തുള്ള ഒരു വിഭാഗം ഇത് കൂടുതൽ വഷളപ്പെടുത്താൻ വേണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്താവാനും വഴിയുണ്ട്. അപ്പൊ ഇതിനൊക്കെ പല പല തിയറീസ് നമുക്ക് പറയാം. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ചിലപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷെ ഇന്നിപ്പോ ഒരു തൃണമൂൽ MLA ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ബാങ്കുരയിൽ അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു പേഷ്യന്റ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഹി വിൽ ഹോൾഡ് ദ പ്രൊട്ടസ്റ്റ് റെസ്പോൺസിബിൾ എന്ന് അവരെ അത് ഭയപ്പെടുത്തുക എന്ന രീതിയിൽ സംസാരിക്കുക. ഇതെല്ലാം വളരെ അനാവശ്യമായ കാര്യങ്ങളാണ്. ഇന്നും ശരിക്കും പറഞ്ഞാൽ മമത ഇതെല്ലാം തടയപ്പെടേണ്ട. പക്ഷെ
ഈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റിയ സമയമാണ്, നേതൃത്വത്തിന് സോപ്പിടാൻ പറ്റിയ സമയമാണെന്നുള്ള രീതിയിൽ പലരും വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തൃണമൂലിനകത്തുനിന്നും വരുന്നു. ഇത് പറയുമ്പോൾ ഇപ്പൊ തൃണമൂലിന്റെ അകത്ത് തന്നെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സുഖേന്ദു റോയ് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് MP പേര്. അതെ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കണ്ടു. അദ്ദേഹം ഡയറക്ട്ലി ഈ പോലീസ് കമ്മീഷണറെയും പ്രിൻസിപ്പളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം CBI എന്ന് ഡയറക്ട്ലി എക്സിലൂടെ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ തൊട്ട് ഈ പറയുന്ന അലിഗേഷൻസ് ഒക്കെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി, എവിഡൻസ് ടാമ്പർ ചെയ്തു എന്നുള്ള അലിഗേഷൻസ് ഒക്കെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തൃണമൂലിൽ ഇദ്ദേഹം മാത്രമല്ല മറ്റു ചില ലീഡേഴ്സും ഈ ഇഷ്യൂ റേസ് ചെയ്യുന്നുണ്ട്. ഈ തൃണമൂലിന്റെ ഉള്ളിൽ തന്നെ ഇതൊരു ഡിവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിന്റെ കൂടെ ബാക്കിയാണോ ഈ പറയുന്ന ഈ എന്താ പറയാ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്ത ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത്? ഇതൊക്കെ ഈ തൃണമൂലിന്റെ അകത്തുള്ള പ്രശ്നത്തിന്റെ കൂടെ ബാക്കിയാണോ? തീർച്ചയായിട്ടും തൃണമൂലിനകത്തുള്ള പ്രശ്നമാണോ തൃണമൂലിനകത്ത് അത് യഥാർത്ഥമായിട്ടുള്ളതാണോ, ഒരു ക്രിയേഷൻ ആണോ എന്നല്ല. തീർച്ചയായിട്ടും പല തൃണമൂൽ നേതാക്കൾ ഇങ്ങനെ എന്ത് ക്രൈസിസ് ഉണ്ടായാലും തൃണമൂലിനകത്ത് ഒരു വിഭാഗം അവരെപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് മമതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓൾഡ് ഗാർഡ് തൃണമൂലിനകത്തുണ്ട്. മമതയുടെ നെവ്യൂ അഭിഷേക് ബാനർജിയെ സപ്പോർട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ഒരു പുതിയ ഒരു ഗ്രൂപ്പ്, നമ്മൾ ഈ ജിഞ്ചർ ഗ്രൂപ്പ് എന്നൊക്കെ പറയും പോലെ, അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസിനകത്തൊക്കെ പണ്ട് നമ്മൾ യങ് ടർക്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു വിഭാഗം ഈ നെവ്യൂ അവർ കൂടുതൽ പ്രോഗ്രസീവായി ചിന്തിക്കുന്നവരും ഇങ്ങനെയുള്ള. അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇത് ശരിക്ക് പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത് ഔദ്യോഗിക നേതൃത്വത്തിന്റെ ആശീർവാദത്തോട് തന്നെയാണ് ഇങ്ങനെയുള്ള, അതായത് ഈ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് നമ്മൾ നല്ല പോലീസുകാരനും മോശമായ പോലീസുകാരനും തന്നെ ആദ്യം നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാരൻ വന്ന് നമ്മളെ വളരെ മര്യാദയ്ക്ക് നീ കാര്യങ്ങൾ പറ എന്ന് പറയും. പിന്നെ വേറൊരു പോലീസുകാരൻ നമ്മളെ തല്ലുക, ചീത്ത വിളിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും മറ്റേ പോലീസുകാരൻ വന്ന് അപ്പൊ നമ്മൾ അറിയാതെ കാര്യങ്ങൾ പറയും. അപ്പൊ അതുപോലെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് തൃണമൂലിനകത്ത് ഇങ്ങനെ ഒരു ശക്തമായ ഒരു പ്രോഗ്രസീവ് ഉണ്ടെന്ന് അത് കാണിക്കാനും ഈ നെവ്യൂവിനെ മമതയുടെ അടുത്ത് അനന്തരാവകാശമായിട്ട് പ്രൊജക്ട് ചെയ്യാനുമുള്ള ഭാഗമായിട്ടാണ് ഇനി കൂടുതലും തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത്തവണ എനിക്കിത് സംശയം, ഇന്നലെ തൊട്ട് പല പത്രങ്ങളിലും ഈ പേരില്ലാത്ത അനോണിമസ് സോഴ്സ് വരുമ്പോഴും നമുക്കറിയാം അത് ആ പാർട്ടിക്കകത്തുനിന്ന് തന്നെയാണ്, ഏത് പാർട്ടിയാണ് സംസാരിക്കുന്ന പാർട്ടിക്കകത്തുനിന്ന് തന്നെയാണ്. അപ്പൊ അവര് ഇതിനൊക്കെ പറഞ്ഞത് ഈ അഭിഷേക് ബാനർജിക്ക് വളരെയധികം ഈ പ്രശ്നം ഇതിനെക്കുറിച്ച് വളരെ അദ്ദേഹം വ്യാകുലനാണ്, അദ്ദേഹം രോഷാകുലനാണ്, സർക്കാർ ഹാൻഡിൽ ചെയ്ത് തീരെ ശരിയായിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ലീക്സ് ഇന്ന് 2 ദിവസം കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ വീണ്ടും ആ അഭിഷേകിന് ഒരു ക്യാമ്പും മമത ക്യാമ്പും രണ്ടും ഓൾഡ് ഗാർഡും ഇവരും തമ്മിൽ ചേരുന്നില്ല. അഭിഷേകാണ് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ പ്രിൻസിപ്പലിനെ അവിടെ അറസ്റ്റ് ചെയ്യുമായിരുന്നു, പോലീസ് കമ്മീഷണറെ മാറ്റുമായിരുന്നു. ഇങ്ങനെയുള്ള ഈ അനോണിമസ് ലീക്സ് വരുന്നുണ്ട് നിലത്തോട്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ സുഖേന്ദു ശേഖർ റോയുടെയൊക്കെ ഈ ഔട്ട് ബേസ്റ്റ് എന്ന് പറയുന്നത് അത് അഭിഷേകിന്റെ ക്യാമ്പിലോട്ട് അദ്ദേഹത്തിന് അവിടെ കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടിയോ അതിനുള്ള. അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയ, നമ്മൾ ഈ തരുന്ന വളരെ വില കുറഞ്ഞ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ് പോലീസിനായ അവരവിടെ 3 ദിവസം കഴിഞ്ഞാണ് കൊണ്ടുപോയത്. അത് പോലീസ് വീണ്ടും അവർ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങി അല്ല ഓഗസ്റ്റ് 9 തന്നെ പോലീസ് നായ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വളരെ ബേസിക് കാര്യങ്ങളിൽ പോലും ഇവർക്ക് തമ്മിൽ യോജിപ്പില്ല, ഭരണകക്ഷിക്കകത്ത് യോജിപ്പില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവർ ഈ തർക്കം ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഭാവിയിൽ ഇവരുടെ പൊസിഷനിങ്ങിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ്. നമ്മൾ അതിനകത്ത് കൂടുതൽ വില കൊടുക്കേണ്ടെന്ന് തോന്നുന്നില്ല എനിക്കത്. കാര്യം മമത ഉള്ളിടത്തോളം മമതയെ ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല തൃണമൂലിന്. അത് സുപ്രീം ലീഡർ എന്നൊക്കെ നമ്മൾ പറയും പോലെ അത് ഡെമോക്രസി ഒരിക്കലും നല്ല കാര്യമല്ല. പക്ഷെ ഈ വൺ പേഴ്സൺ പാർട്ടിക്കായിട്ട് പറ്റുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഈ പ്രശ്നം ഇത് മമതയ്ക്ക് എപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇത്. അതായത് ഒരു മമതയ്ക്കെതിരെ എപ്പോഴെങ്കിലും ഒരു പൊതുജന പ്രക്ഷോഭം ഉണ്ടായെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി അതൊരു കോൺസ്പിറസി ആയിട്ട് കാണുകയും ഇപ്പൊ 2012 വളരെ ഇത് ഇൻഫേമസ് ആയിട്ടുള്ള പാർക്ക് സ്ട്രീറ്റ് റേപ്പ് കേസിലും മമതയുടെ റിയാക്ഷൻ ആദ്യം ഇതുപോലെയായിരുന്നു, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കാംദുനി എന്ന് പറഞ്ഞ 2013 അവിടെയും മമതയുടെ ഇനിഷ്യൽ ഇത് വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു. ഇവിടെ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ പറയേണ്ടാത്ത പല കാര്യങ്ങൾ മമത പറയുകയും അതുപോലെ വളരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ സംയമനത്തോടെ നമ്മൾ ഈ പ്രക്ഷോഭം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അവരെയും കണ്ട് അവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അത് പലപ്പോഴും മമത ചെയ്യാതിരിക്കാൻ കാര്യം അവരുടെ ഒരു പൊളിറ്റിക്കൽ പാസ് പറഞ്ഞാൽ ഷി വാസ് ഓൾവേസ് ബാക്കിയുള്ളവർ അവരുടെ മേലിൽ ഈ കുതിര കയറുക എന്ന് പറയുന്നത് അവരെ ഒറ്റപ്പെടുത്തുക. അപ്പൊ അത് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവരെന്തെങ്കിലും CPM അവരെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്.
ഇപ്പൊ BJP-യും CPM-ഉം കോൺഗ്രസും എല്ലാവരും കൂടെ അവർക്ക് അത് തിരിഞ്ഞു എന്നുള്ള ഒരു സീച്ച് മെന്റാലിറ്റി ഉള്ള ഒരു പെർസിക്യൂഷൻ കോംപ്ലക്സ് ഉള്ള ഒരാൾ തന്നെ, ഒരു ലീഡർ തന്നെയാണ്. അപ്പം അവരെ കൂടുതൽ അവരെ ഉപദേശിക്കാനായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസേഴ്സ് ഇല്ല. കാര്യം അവര് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ ലാസ്റ്റ് വേർഡ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അത് കോൺസ്പിറസിയാണ് അവർ BJP ചെയ്തതെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഷി വിൽ ഇമീഡിയറ്റ്ലി ബിലീവ് ഇറ്റ് ആൻഡ് റിയാക്ട് ലൈക്ക് ദാറ്റ്. ഈ പ്രശ്നം അതാണ്. അപ്പം പലപ്പോഴും രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ടാത്ത ഇത് അങ്ങനത്തെ ഒരു കേസാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഞെട്ടിക്കുന്ന ഒരു കേസിൽ നമ്മൾ മിണ്ടാതിരുന്നാലും അതിനൊരു സൈലൻസിന് ഒരു സ്പേസ് ഉള്ള ഇതാണ്. പക്ഷെ അതല്ലാതെ എല്ലാത്തിനും ഒരു അഭിപ്രായം പറയുക എന്നുള്ള ഒരു പ്രശ്നം മമതയ്ക്കുണ്ട്. അതിന്റെയൊക്കെ ഭവിഷ്യത്താണ് ഇപ്പം കാണുന്നത് നമ്മൾ. ഇപ്പൊ നേരത്തെ ഈ ഹെൽത്ത് ബ്യൂറോക്രസിയുടെ കാര്യം പറഞ്ഞല്ലോ. ഹെൽത്ത് ബ്യൂറോക്രസിയുടെയും അവിടുത്തെ സിസ്റ്റത്തിന്റെയും ഒരു ഇപ്പോഴുമുള്ള പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഇത് ഇത്തരം അതിക്രമങ്ങളൊക്കെ അരങ്ങേറാൻ പാകത്തിനുള്ള പഴുതുകൾ നൽകുന്ന വിധത്തിലാണോ അവിടുത്തെ ഈ സിസ്റ്റം ഇപ്പോഴും ഉള്ളത്? ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളെ കുറിച്ചല്ല, അവിടുത്തെ ഈ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ആ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണോ? സുരക്ഷിതത്വം എന്ന് പറയുന്നതിനെക്കാട്ടി നമ്മൾ ഈ കാര്യത്തിൽ ഈ പ്രശ്നം വന്നപ്പോൾ നമ്മൾ പലപ്പോഴും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ പ്രശ്നം. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറിനെ ആക്രമിക്കുന്നതിനോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ്, ആവശ്യമില്ലാതെ ക്രിട്ടിസൈസ്, അവർ വളരെയധികം പ്രഷറിൽ ജോലി ചെയ്യുന്നവരെ നമ്മൾ പാടി. പക്ഷെ ഇതിന്റെ ഒരു മറുസൈഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഈ പ്രശ്നമല്ല ഞാൻ പറഞ്ഞ ഡോക്ടേഴ്സ് സുരക്ഷിതത്വം എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പേഷ്യൻസിന്റെ കാര്യം വളരെ വളരെ പരിതാപകരമാണ്. ഇവിടുത്തെ പേഷ്യൻസ് പല സ്ഥലത്തും കിടക്കാൻ പോലും കട്ടിലില്ല, താഴെയാണ് കിടക്കുന്നത്. ഞാൻ 91 ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പനി പിടിച്ച് എന്നെ വളരെ സീരിയസ് ആയിട്ട് ന്യൂമോണിയ പോലെ പനി പിടിച്ച് അർദ്ധബോധാവസ്ഥയിൽ എന്നെ അപ്പൊ എനിക്ക് പരിചയം, ഞാനൊരു ഇവിടുത്തെ ഒരു ലോഡ്ജിൽ താമസിക്കുക. അപ്പൊ ആർക്കും പരിചയമില്ല. അപ്പൊ എന്റെ പനി ഇങ്ങനെ കൂടി കാരണം അവരെന്നെ ഒരു വണ്ടിയിൽ എടുത്തിട്ട് ഈ ഇതുപോലെ ഒരു NRS ഹോസ്പിറ്റലിൽ വന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് ഒരുമാതിരി ബോധമൊക്കെ വന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഞാൻ കള്ളം പറയാം, ഞാൻ ജനലിൽ കൂടെ എടുത്ത് ചാടി ഞാൻ തിരിച്ചു വന്നിട്ട് വേറൊരു പ്രൈവറ്റ് ഡോക്ടറെ കണ്ട് ഞാൻ ലോഡ്ജിൽ കിടന്ന് തന്നെ ചികിത്സിക്കുക. കാര്യം അവിടെ എനിക്ക് ആശുപത്രി കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ അവിടെ കിടന്നിരുന്നെങ്കിൽ മിക്കവാറും ജീവനോട് തിരിച്ചുവില്ല. അത്ര പരിതാപകരമാണ്. അത് 92 അതിൽ നിന്നൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കാണും. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പം കുറച്ചൊക്കെ കാശുള്ളവർ, ഇപ്പൊ ഞാൻ അതിനുശേഷം പിന്നെ ഒരു സർക്കാർ ആശുപത്രിയിൽ, ബംഗാളിൽ സർക്കാർ ആശുപത്രിയിൽ പോലുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. കാര്യം പേടിയാണ് പോകാനായിട്ട്. നമുക്ക് പരിചയമില്ല, നമുക്ക് റെക്കമെൻഡേഷൻ. അതേസമയം SSKM എന്ന് പറഞ്ഞ ഇവിടെ വലിയ VIP അവരുടെ ഹോസ്പിറ്റലാണ്. അവിടെ നമുക്ക് ഇൻഫ്ലുവൻസും പരിചയവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല വാർഡൻ ട്രീറ്റ്മെന്റ്, റോസ് വാർഡ് എന്നൊക്കെ പറഞ്ഞ് ട്രീറ്റ്. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള പരിചയം ഇൻഫ്ലുവൻസ് ഇല്ലാത്തോട്ട് ഞാൻ പോകാറില്ല. കാര്യം പോയാൽ നമ്മൾ രാവിലെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം 6 മണിക്ക്. അത് അവരുടെ കുറ്റമല്ല. അത് അത്രമാത്രം ക്യൂ ആണ്, അത്രമാത്രം തിരക്കാണ്. ഡോക്ടേഴ്സ് കോൺസ്റ്റന്റ്ലി ജോലി വർക്ക് ചെയ്യണം. അപ്പൊ ബംഗാളിലൊരു പലരും പറയുന്നത് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നല്ലതായിരിക്കും, പക്ഷെ ഡോക്ടേഴ്സ് എപ്പോഴും ഈ ഗവൺമെന്റ് ഡോക്ടേഴ്സാണ് നല്ലത്. കാര്യം ഒരു ദിവസം അവർ ഹാൻഡിൽ ചെയ്യുന്ന കേസിന്റെ ആ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാല്, അതുകൊണ്ട് പലപ്പോഴും ഈ ഡോക്ടേഴ്സിന് നമ്മൾ കാര്യം പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്താ ഡയഗ്നോസിസ്. വെരി ഗുഡ് അറ്റ് ഡയഗ്നോസിസ്. മെഡിക്കൽ സയൻസിന്റെ ഏറ്റവും ദുർഘടമായ കാര്യം ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ്. കാര്യം ഇത് ഇത്രയും ഡൈവേഴ്സ് ആയിട്ടില്ല. അത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ 15 വർഷമോ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഇവർക്ക് ഒരു 5 വർഷം കൊണ്ട് ഇവിടെ കിട്ടും. കാര്യം അത്രമാത്രം പ്രഷറിനും വർക്ക് ലോഡുമാണ്. അപ്പൊ ഇതൊരു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രശ്നമാണ്. അപ്പൊ ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിയുടെ പ്രശ്നം. കാര്യം ഇത് ഇംപ്രൂവ് ആണെങ്കിൽ എന്ത് വേണം? പൈസ വേണം. അപ്പൊ ഇത് പാവങ്ങളായതുകൊണ്ട് നോബഡി ഈസ് ബോതേർഡ് അബൌട്ട്. നമ്മളിപ്പോ റോഡിനോ അല്ലെങ്കിൽ ഫ്ലൈ ഓവറിനോ മറ്റു കാര്യങ്ങൾക്കോ, ഇപ്പൊ മെട്രോ റെയിൽവേക്കോ വന്ദേ ഭാരതിനോ നമ്മൾ ചെലവാക്കി നമ്മൾ അതിനെ കുറിച്ചൊക്കെ ബോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ആശുപത്രികളാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളും ആശുപത്രികളാണ് ഒരു രാജ്യത്തിന്റെ എന്തുകൊണ്ട് ഡെവലപ്മെന്റ് എന്നുള്ള ഏറ്റവും നല്ല യാഡ് സ്റ്റിക്ക്. അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞത് ഈ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതിനകത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് ഇപ്പോഴും ഒരു പ്രയോറിറ്റി സെക്ടർ ആയിട്ട് ഇപ്പോഴും അവിടുത്തെ സംവിധാനങ്ങൾ കാണുന്നില്ല എന്നാണോ? അല്ല, പ്രയോറിറ്റി അവരുടെ ഇപ്പൊ ഇൻക്രിമെന്റലായിട്ട് ഇപ്പൊ കണക്ക് വെച്ച് ചോദിക്കുമ്പോൾ അവർ പറയും എല്ലാ വർഷം കൂടുന്നുണ്ടെങ്കിൽ പറയുമായിരുന്നു. ഞാൻ പറയുന്നത് അതിന് വേണ്ട രീതിയിൽ അതിനുള്ള വിഭവശേഷി ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ബംഗാളിൽ. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ടാക്സ് നമുക്ക് എവിടെ നിന്നാണ് സർക്കാരിന് കാശ് കിട്ടുന്നത്? ടാക്സ് ഉണ്ടെങ്കിൽ. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് വ്യവസായം ഇല്ലാതെ പറ്റില്ല. ഇതെല്ലാം ആത്മീയമായിട്ട് ഇതിനകത്താണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം കേരളത്തിൽ നടക്കുന്ന. കേരളത്തിൽ നമുക്കിപ്പം ഏറ്റവും നമ്മുടെ വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമിറ്റൻസ് ആണ്.
പുറത്തുനിന്ന് വരുന്ന പൈസയാണ്. അല്ല നമ്മുടെ ഇവിടെ വലുതായിട്ട് ക്രിയേഷൻ ഉണ്ടാവുന്നില്ല. അപ്പൊ ബംഗാളിൽ ആ വെൽത്ത് റെമിറ്റൻസും ഇല്ല, വളരെ കുറവാണ്. മൈഗ്രന്റ് ലേബർ ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ അത് സബ്സിസ്റ്റൻസ് ലെവലിലുള്ള ക്രിയേഷൻ. അപ്പം റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ സെന്റർ പലപ്പോഴും നമ്മൾ അവിടെ കേരളത്തിൽ നടക്കും പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജസ്റ്റിഫൈഡും അൺജസ്റ്റിഫൈഡുമുള്ള കാര്യങ്ങൾ പറഞ്ഞ് റിസോഴ്സ്. അപ്പൊ ഇവിടെ ആത്യന്തിക ബംഗാളിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ, അതായത് വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മമത ഒരുപാട് വെൽഫെയർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് പൈസ എന്ന് പറയുന്നത് ഈ റിസോഴ്സസ് മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവാണ്. ഈ വളരെ നല്ല സ്കീംസ് ആണ്, ഒരുപാട് സ്കീംസ് ഉള്ളത്. ഏകദേശം 8 കോടി, അത് 10 കോടി ജനങ്ങളിലുള്ള 8 കോടി ആളുകൾ 80% കൂടുതൽ. മമത പറയുന്നത് 90% ആണ്. 80% ആളുകൾ എന്തെങ്കിലുമൊക്കെ സ്കീമുമായിട്ട് കവേർഡാണ്. പക്ഷെ ഇതൊക്കെ ഈ നമ്മുടെ ഇമീഡിയറ്റ് നീഡ്സിനുള്ള സ്കീം, ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തീരെ നടക്കുന്നില്ല എന്നാണ് എന്റെ പ്രധാനമായ സംശയം. കാരണം അതിന് കാരണം റിസോഴ്സ് ഇല്ല. റിസോഴ്സ് ഇല്ലാതിരിക്കാൻ കാര്യം ഇവിടെ വ്യവസായമില്ല. വ്യവസായം ഇല്ലാതെ ഇവിടുന്ന് ആരെ ടാക്സ് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മുടെ ഇൻകം ടാക്സ് എന്നൊക്കെ ഉള്ളത് വളരെ തുച്ഛമായ രീതിയിൽ കിട്ടും. അത് എന്തായാലും സ്റ്റേറ്റ് ഗവൺമെന്റ് കിട്ടില്ല, സെൻട്രൽ ടാക്സും ആണ്. അപ്പൊ റിസോഴ്സ് മൊബിലൈസേഷൻ ഇല്ലാതെ ഈ കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അത് ആരും ഇത് വളരെ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ക്രൈംസ് ഉണ്ടാകുമ്പം നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യും. പക്ഷെ പിറ്റേ ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കും വി ഗോ ബാക്ക് ടു അവർ. അതിന്റെ ഫണ്ടമെന്റൽ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഒരു ഡിബേറ്റോ. ഇപ്പൊ ബംഗാളിനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് ബുദ്ധദേവ് ഭട്ടാചാര്യയെ ഉദ്ദേശിച്ച് അദ്ദേഹം കഴിഞ്ഞ അടുത്ത കാലം മരിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അദ്ദേഹം ഉന്നയിച്ച പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. ബംഗാൾ വ്യവസായവൽക്കരിക്കപ്പെടണമോ വേണ്ടയോ എന്നുള്ള, അത് വേണ്ട എന്ന രീതിയിൽ ഒരു തീരുമാനം എടുത്ത പോലെ ചർച്ചയൊന്നും ഇല്ലാതെ ഇങ്ങനെ സ്ഥലമെടുപ്പ് കൊണ്ട് നന്ദിഗ്രാമം സിംഗൂറും ഉണ്ടായതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അതങ്ങ് നമ്മൾ ഈ സ്വെപ്റ്റ് അണ്ടർ ദ കാർപ്പറ്റ്, ആർക്കും അതിനെ കുറിച്ച് ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ചർച്ച ചെയ്യാതെ പതുക്കെ അങ്ങ് ബെറിയുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെയൊക്കെ ഫലങ്ങളാണ് ഇത് അനുഭവിക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നമുക്കത് തടയാൻ പറ്റില്ല. കാര്യം ഈ പറയുന്ന ഹോസ്പിറ്റൽസ് എവിടെയൊക്കെ ജനങ്ങൾ ഇടപഴകുന്നു അവിടെയെല്ലാം there is scope for exploitation, there is scope. കാര്യം ഭയങ്കരമായ ഡിമാൻഡ് വരുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഒരു ഇടനാഴി ലൈറ്റ് പറയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ വനിതകൾക്ക് ഒരു വാഷ്റൂം പോലും, ഡോക്ടേഴ്സിന് വാഷ്റൂം പോലും ഇല്ലായിരുന്നു. ആലോചിച്ചു. എന്നിട്ട് ഒരു സെമിനാർ ഹാളിൽ പോയി ഉറങ്ങുക, രാത്രി 3 മണിക്ക് 36 മണിക്കൂർ ജോലി ചെയ്തിട്ട് പോയി ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഒരു മോഡേൺ ഡെമോക്രസി നമ്മൾ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി നമ്മൾ പറയുന്നത്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇത് ഹെൽത്ത് കെയറിൽ മാത്രമല്ല, ഇന്ത്യയില് എല്ലാ തൊഴിൽ മേഖലയിലും ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു അപകടമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വലിയ മാധ്യമ സിംഹങ്ങളും മറ്റുള്ളവരും പറഞ്ഞ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തോ അപകടം. ഇതെല്ലാം ഓരോ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു ഒരു ഹെൽത്തി സൊസൈറ്റിയിലുള്ള. ആ ട്രേഡ് യൂണിയൻ നശിപ്പിച്ച എല്ലാം. അപ്പൊ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളത്. ഡോക്ടേഴ്സ് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഈ IMA എന്ന് പറയുന്നത് ഇത് അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ നമുക്കറിയാം, എപ്പോഴൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോ കേന്ദ്രത്തിനെതിരില്ലാത്തതുകൊണ്ട് അവർ വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. പക്ഷെ പറയേണ്ട പല കാര്യങ്ങളും അവർ പറയുന്നില്ല എന്നുള്ള ഒരു സത്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ സാമൂഹികപരവും പൊളിറ്റിക്കലും എക്കണോമിക് ഇങ്ങനെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതിന് കൂടെ ഉണ്ടാവുന്ന ഈ ഒരു എക്സ്പ്ലോഷനാണ് നമ്മളിപ്പോ കാണുന്നത്. റൈറ്റ്. എന്തായാലും ഇപ്പോൾ ഇതൊരു പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ BJP വളരെ സമർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഗവർണർ അദ്ദേഹത്തിന്റെ റോളിനപ്പുറത്തുള്ള ഇടപെടൽ നടത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം മീറ്റിങ്ങുകൾ വിളിക്കുന്നു. ഇത് ബേസിക്കലി ഇത് ആഭ്യന്തര വകുപ്പ് ഡയറക്റ്റ് കൈകാര്യം ചെയ്യേണ്ടതാണ്. CBIക്ക് കൈമാറിയ സ്ഥിതിക്ക് CBI ആണ് ഇനി അതിന്റെ അന്വേഷണം നടത്തുന്നത്. ഗവർണർ ഇമ്മീഡിയറ്റ് ആയിട്ട് മീറ്റിങ്ങുകൾ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അതായത് ഇത് വളരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമം ഗംഭീരമായിട്ട് അവിടെ നടക്കുന്നു എന്നതിൽ തർക്കമില്ല. തീർച്ചയായിട്ടും അത് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ഒരു വലിയ ഇതാണ്. ഇത് സോഫാർ ഇത് നഗരങ്ങളിൽ മാത്രമല്ല കൂടുതലും നഗരങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പൊ റൂറൽ ബംഗാളിലോട്ട് ഇത് പടരുന്നില്ലെങ്കിൽ മമതയ്ക്ക് വലിയ പൊളിറ്റിക്കൽ കോസ്റ്റ് വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ അർബൻ സെന്റേഴ്സിൽ അവർ തൃണമൂല് കുറച്ചൊക്കെ സിവിക് ഇലക്ഷനിൽ ചിലപ്പോൾ ബാക്ക്ലാഷ് ഉണ്ടാവുന്നുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല റൂറൽ ഇതിൽ പടരുകയാണെങ്കിൽ പ്രോബ്ലം ഫോർ മമത. സോഫാർ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് മമതയും വളരെ അഗ്രസീവായിട്ട് ചില സമയങ്ങളിൽ ഇതിന്, അതായത് അവരത് ഇത് മാത്രമല്ല ഇവിടെ പ്രശ്നം, വേറെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള രീതിയിൽ ഒരു ഇതും കൂടെ. അപ്പൊ അവരുടെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് സട്ടിലായിട്ട് ഉണ്ട് അതിനകത്ത്. അപ്പം
ഇതെങ്ങനെ അൺഫോൾഡ് ചെയ്യും നമുക്ക്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു ജേർണലിസ്റ്റ് എന്നോ ഒബ്സർവർ എന്നോ കമന്റേറ്റർ എന്ന രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പം ഇറ്റ്സ് ബെറ്റർ ടു വെയിറ്റ്. തീർച്ചയായിട്ടും ഈ പ്രതിഷേധങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നുള്ള നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. കാര്യം അവർക്ക് പ്രതിഷേധിക്കാനുള്ള പൂർണ്ണമായിട്ട് ഇതിന് പ്രതിഷേധിച്ചില്ലെങ്കിൽ നമ്മൾ എന്തിനെതിരെ പ്രതിഷേധിക്കും? ഇങ്ങനെ ഒരു സംഭവത്തിനെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തിനെതിരെ പ്രതിഷേധിക്കണം? പ്രതിഷേധിക്കുന്നവരെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും. കാര്യം അവരുടെ പ്രതിഷേധം ഇല്ലെങ്കിൽ ഈ അന്വേഷണം അട്ടിമറിയുന്ന ഇന്ത്യൻ, അത് ബംഗാളിൽ മാത്രം കുഴപ്പമില്ല, ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അട്ടിമറികളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം കോൺസ്റ്റന്റ് വിജിൽ എന്നുള്ളത് വളരെ അത്യാവശ്യം. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ ഈ തെളിവ് വരും വരെ വെയിറ്റ് ചെയ്യാന്നുള്ളത്. ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കാം, പക്ഷെ തെളിവില്ലാതെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ തന്നെയാണ് കുറ്റം. കാര്യം നമ്മളിപ്പോ ചിലർ പറയുന്ന അവിടെ എന്തോ ഓർഗൻ റാക്കറ്റ് നടക്കുകയാണ് എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സും കൂടെ പങ്കാളികളാതെ പറ്റില്ലല്ലോ. ഈ വധിക്കപ്പെട്ട ഡോക്ടറെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വേറെ ഏതോ ഡോക്ടേഴ്സും കൂടെ അതിനകത്ത് പങ്കാളികൾ. അപ്പൊ നമ്മളിത് ഡോക്ടേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് ഒരു സമയത്ത് പറയുന്നു, എന്നാൽ ഈ നമുക്ക് തെളിവില്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരെയും കുറ്റപ്പെടുത്തുകയാണ്, അവരെയും കൂടെ നമ്മൾ മലയും ചെയ്യുകയാണെന്നുള്ളൊരു ഓർമ്മയും കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അവസാനമായിട്ടൊരു കാര്യം കൂടെ, ഇപ്പൊ മമതയുടെ ഒരു ജനപ്രിയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് സ്ത്രീകളുമായിട്ടുള്ള ഒരു വലിയ കണക്റ്റായിരുന്നു. അവരുടെ പ്രസിദ്ധമായ മുദ്രാവാക്യം തന്നെ മാ മിട്ടി മനുഷ്, വലിയ തോതിൽ ബംഗാളിൽ അവരുടെ ഒരു രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ സ്ത്രീകളുടെ വലിയ പിന്തുണ, സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള സ്കീമുകൾ, അതിലൂടെ സ്ത്രീകൾക്കിടയിൽ അവർക്കുണ്ടായ സ്വാധീനം, ഇതൊക്കെ വലിയ തോതിൽ അവരെ സഹായിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട്. ഈ സംഭവം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഈ മമതയുടെ ഒരു ഇമേജിനെ വലിയ തോതിൽ ഡാമേജ് ചെയ്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ? ഞാൻ അത് വീണ്ടും 2012 ഈ പാർക്ക് സ്ട്രീറ്റ് റേപ്പ് കേസ് എന്ന് പറഞ്ഞ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. പിന്നെ കാംതുനി കുറച്ച് അത്ര അർബൻ അല്ല, സെമി അർബൻ ഏരിയയിൽ നടന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണത്തിന് പറ്റും. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളും ഇത് കൽക്കട്ടയിലെ ഇതുപോലെ വളരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഇതുമെല്ലാം നടന്നതാണ് രണ്ടിനെ കുറിച്ച്. അപ്പൊ അന്ന് മമത ആദ്യം എടുത്ത നിലപാട് വളരെ പ്രതിലോമകരമായ നിലപാട് തന്നെ ആയിരുന്നു. ആദ്യം അവർ നിഷേധിച്ചു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പാർക്ക് സ്ട്രീറ്റിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചു. പക്ഷെ അത് രണ്ടും ഇറ്റ് ഡസന്റ് സീം ടു അഫക്റ്റഡ് പോപ്പുലാരിറ്റി. കാര്യം അതിനുശേഷം 2016 ഇലക്ഷനിൽ വീണ്ടും ഈ രണ്ടും നടന്ന 2016 മുമ്പാണ്, 2012 2013. അതിന് മമത കെയിം ബാക്ക് വിത്ത് ദ ഹയർ നമ്പർ ഓഫ് സീറ്റ്സ് 2016. പിന്നെ 2021 നമ്മൾക്കറിയാം എന്ത് സംഭവിച്ചെന്ന്. അപ്പൊ ഇതുവരെ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ രണ്ട് എക്സ്പീരിയൻസ് വെച്ച് കാര്യം ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞ പബ്ലിക് ലൈഫിൽ ഉണ്ട് ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ്. അത് എപ്പോഴാണ് ആ പോയിന്റ് വരുന്നത് എന്നൊക്കെ പറയാൻ പറ്റില്ല. കാര്യം ഒരു ചെറിയൊരു ഇൻസിഡന്റ് മതി സപ്പോർട്ട് മുഴുവൻ, വനിതകളുടെ സപ്പോർട്ട് മുഴുവൻ മാറാനും ചാൻസ് ഉണ്ട്. അതിന് ഉദാഹരണം ഈ ലെഫ്റ്റിന് അതുപോലെയായിരുന്നു. 30 വർഷമായിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് അവര് മുസ്ലിങ്ങൾ ഞങ്ങളുടെ കൂടെയാണെന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ നന്ദിഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അതിനോടനുബന്ധിച്ച് മറ്റൊരു റിസ്വനൂർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ അദ്ദേഹം മരിക്കുകയും ഒരു പ്രേമ ലവ് അഫെയറിൽ പെട്ട് അദ്ദേഹം അതിനുശേഷം കല്യാണം കഴിഞ്ഞ ശേഷം അദ്ദേഹം മരിക്കുകയും പോലീസ് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറി എന്നുള്ള പുറത്തു വരികയും ഇവിടെ ഇതുപോലെ വളരെ വലിയ പ്രക്ഷോഭം കൽക്കട്ട സിറ്റിയിൽ നടക്കുക. അപ്പൊ അതുവരെ 34 വർഷവും മുസ്ലിംകൾ കൂടെ നിന്നവര് പെട്ടെന്ന് ഒരു ഓവർനൈറ്റ് ആണ് അവര് CPM-നെ ഡെസേർട്ട് ചെയ്യുകയും അവർ കൂട്ടത്തോടെ മമതയെ സപ്പോർട്ട് ചെയ്യാനും മുസ്ലിം വോട്ടെന്ന് പറയുന്നവരും ഒരു ലാർജ് നമ്പർ ഓഫ് മുസ്ലിംസ് എല്ലാവരും ചെയ്തെന്നറിയില്ല, തീർച്ചയായിട്ടും അവരെ മമത. അപ്പൊ ഇത് നടന്നത് ഒരു ഇൻസിഡന്റിന്റെ പുറത്താണ്. അപ്പൊ അതിനു മുമ്പ് വരെ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഇൻഫ്ലക്ഷൻ പോയിന്റ് എപ്പോഴാണ്. അപ്പൊ ഒരിക്കലും അത് ഡെമോക്രസിയുടെ നല്ലൊരു ഇതാണ്. നമ്മൾ നോബഡി ഷുഡ് ടേക്ക് എനിവൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ളത്. അപ്പൊ പൊളിറ്റിക്കൽ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ മമതയ്ക്ക് വേണമെങ്കിൽ പറയാം ഓൾറെഡി സർവൈവ് 2 ഇൻസിഡൻസ് അവർ അൺസ്കേത്ഡ് ആയിട്ട് സർവൈവ് ചെയ്തു ഇലക്ഷൻ വൈസ്. പക്ഷെ ഇപ്പൊ അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഏത് നിമിഷവും കാര്യങ്ങൾ മറിയാം എന്നുള്ളൊരു അങ്ങനെ അത് മറിയണം എന്നുള്ളതാണ് അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ നമ്മള് ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. റൈറ്റ്, അതാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇതൊരു പബ്ലിക് യൂട്ടിലിറ്റി സ്പേസ്, ഹോസ്പിറ്റലിനെ നമ്മൾ കുറെ കൂടെ ഉയർന്ന പബ്ലിക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കണക്കാക്കാം. അവിടെ
അത്തരം ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച്, അവിടെ വന്നു ചേരുന്ന ആളുകൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നമ്മളുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്, അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മളുടെ ഭരണകൂടങ്ങൾ ചെലവ് നടത്തുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്, ഇത്തരം ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേർന്നിട്ട് വേണം നമ്മൾ അവിടെ ആക്രമണത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ആ ജൂനിയർ ഡോക്ടറെക്കുറിച്ച് സംസാരിക്കാൻ. അവരുടെ മരണത്തിലുള്ള പ്രതിഷേധം, അതിൻ്റെ അന്വേഷണം വേണ്ട രീതിയിൽ നടത്തണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം, ഇതൊക്കെ തുടരുമ്പോൾ പോലും നമ്മുടെ സംവിധാനങ്ങളുടെ ദൗർബല്യം ഏത് വിധത്തിലാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത് എന്ന ആലോചന കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ബംഗാളിനെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് കൊല്ലത്ത് ഇതുപോലെ ഒരു യുവ ഡോക്ടറെ അവിടെ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന പ്രതി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കഥ കേരളത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാതെ മനുഷ്യർ, സ്ത്രീകൾ, വീടിന് പുറത്ത് രാത്രി പ്രാഥമിക ആവശ്യത്തിന് പുറത്തിറങ്ങുന്ന ദളിത് സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെടുന്ന വാർത്തകൾ നിരന്തരം നമ്മൾ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. അത്തരം വാർത്തകളുടെ ഒക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഇതിലൊക്കെ നമ്മളുടെ ഭരണകൂടങ്ങൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് കൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ ബംഗാളിനെ കുറിച്ച് ചിന്തിക്കാൻ. വളരെ നന്ദി ആർ രാജഗോപാൽ ഇൻസൈറ്റിൽ സഹായിച്ചതിന്. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.